നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പവർ കട്ടുണ്ട്. ഈ മുട്ടിഞ്ഞ പവർ കട്ട് ഇനി തീർന്നില്ലേ? കടുത്ത പവർ കട്ടുണ്ട്. അതിനൊരു സംശയവുമില്ല. അതിനെ ഇന്ദിരാ കട്ടെന്നോ രാജീവ് കട്ടെന്നോ എങ്ങനെ പരിഹസിച്ചാലും കുഴപ്പമില്ല. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. ഞാനൊരു തമാശ പറഞ്ഞല്ലടാ കുട്ടാ. ശരിക്കും വഴക്ക് പറഞ്ഞിട്ട് അതിനെ തമാശയാക്കി മാറ്റുന്ന ഒരു തമാശ അല്ലേ? കഴിഞ്ഞ ഭരണക്കാരുടെ കയ്യിലിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇത്രയും കടുത്ത ഒരു പവർ കട്ടിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യമൊന്നും അറിയാത്ത ആളുകളല്ല മലയാളികൾ. എന്തിനാടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? പറ. ആ യാഥാർത്ഥ്യം അങ്ങനെ പകൽ പോലെ നിലനിൽക്കുമ്പോൾ തന്നെ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പ് മാറാത്ത പഴയ രായാവ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ടു. ഒരു കരപറ്റിപ്പോയി എന്ന് കരുതിയതാണ്. അപ്പതേ വീണ്ടും വരണം വഞ്ചിയും വലയമായിട്ട്. ഏത് നേരത്താണ് ഈ കുരിശിന്റെ ഒക്കെ മുഖം ഞാൻ കണ്ടതിന്റെ ഈശോയെ? കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എങ്ങനെ അളിനൊന്നുകൂടി പറഞ്ഞേ. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. ലോകത്തൊരാൾക്കും അനുഭവിക്കേണ്ടി വരാത്ത വിധി ഏൽക്കേണ്ടി വന്ന ഈ മനുഷ്യന്റെ സാക്ഷ്യം കേട്ട് ആരുടെയും ഹൃദയം പൊട്ടി തകരല്ലേ. അതായത് എനിക്ക് പോലും 1.25 മണിക്കൂർ പവർ കട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് എക്സ് രായാവ് പറഞ്ഞതിന്റെ ധ്വനി. അയ്യോ, ഇങ്ങനെ ഒരു ദാരിദ്ര്യവാസി അഭിമാനം ഇല്ലേ? ഇല്ല. എന്തൊക്കെ നമ്പറുകളായിരുന്നു. AC സൂട്ടിലെ താമസിക്കൂ, ചില്ലി ചിക്കനെ കേറ്റു. ഏതായാലും ഈ ഞാന്റെ ഗുണവതിയാരെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങൾ പവർ കട്ടിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. മോൾക്ക് പുതിയ കമ്പനി തുടങ്ങാൻ സ്വന്തം പെൻഷൻ ഇന്ന് കോടികൾ എടുത്ത് വീശിയ ഭാര്യ കൂടെ ഉണ്ടായിട്ട് ഒരു ഇൻവെർട്ടർ ഇതുവരെ വാങ്ങിക്കാൻ തരപ്പെട്ടില്ലേ പഴയ രായാവേ? സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഇനി പവർ കട്ടിന്റെ കാര്യമായ കാര്യത്തിലേക്ക് വരാം. കേരളത്തെ ഇരുട്ടിലാക്കിയത് ഇപ്പൊ വന്ന സർക്കാരാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ഉമ്മൻചാണ്ടി 25 വർഷത്തേക്ക് ഉണ്ടാക്കിയ വില കുറഞ്ഞ വൈദ്യുതി കരാർ മാറ്റി പുതിയത് വലിയ വിലയ്ക്ക് വാങ്ങി അതിന്റെ കമ്മീഷനും അടിച്ചെടുത്തു. നായയുടെ ചിറുനക്കിനായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ. നീന്താത്ത നീന്തൽ കുളത്തിൽ ലക്ഷങ്ങൾ കൊണ്ട് മുക്കി, സ്റ്റെപ്പ് കയറാൻ മേലാഞ്ഞിട്ട് ബസ്സിൽ മാത്രമല്ല വീട്ടിലും ലിഫ്റ്റ് വെച്ച്, പ്രതിപക്ഷ നേതാവായപ്പോ താമസിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ആഡംബര വാടക വീടെടുത്ത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഇൻവെർട്ടർ, ഒരു സോളാർ സിസ്റ്റം, ഒരു എമർജൻസി ലൈറ്റ് പോലും സ്വന്തമായിട്ട് സമ്പാദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അത് വിശ്വസിച്ചു കേട്ടോ. കേട്ടല്ലോ. ഇനി എന്റെ മുൻ ചെല്ലേ കാലത്തെ ഓരോന്ന് വരും ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ.